ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് രണ്ട് മുന്നണിയുടെ ആരാധകർ ഇവിടെ കിടന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് തുടക്കം കുറിക്കപ്പെട്ടതൊക്കെ CP രാമസ്വാമി അയ്യർ കൂടിയാണ്. CP രാമസ്വാമി അയ്യരെ കുറിച്ച് നമുക്കാർക്കും നല്ല അഭിപ്രായമൊന്നുമില്ല. ആളൊരു സെക്സ്വൽ മാനിയാക്കാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അരാജകത്വ പ്രകടനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അത്യാവശ്യം വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അയാൾ ഒരു മികച്ച ടെക്നോക്രാറ്റ് ആയിരുന്നു, ക്രാന്തദർശിയായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വിഴിഞ്ഞം പദ്ധതിയുടെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് പുള്ളിയായിരുന്നു. ഈ ശ്രീധര മേനോന്റെ കേരള ഹിസ്റ്ററിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാക്കിനടയിൽ നിന്ന് 4 പായ്ക്കപ്പലുകൾ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 1940 ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു തുറമുഖം നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതിന് അനുബന്ധമായിട്ടൊരു റോഡ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെ തുടർന്ന് അത് എങ്ങും എത്താതെ പോവുകയായിരുന്നു. ആക്ച്വലി ഇതിന്റെ ഒരു ഫീസിബിലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തുകയും സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് CP ആയിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന പൊളിറ്റിക്കൽ ചേഞ്ചസിനനുസരിച്ച് ഇവിടെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നീട് കരുണാകരൻ ഗവൺമെന്റിന്റെ സമയത്ത് MV രാഘവനും ഇവിടെ കുറച്ച് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങളെത്തി. അതും രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് ടൈം ഓഫ് ടർബുലൻസ്, രാഷ്ട്രീയ മാറ്റങ്ങൾ മൂലം എങ്ങും എത്താതെ പോകുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ EK നായനാരുടെ കാലഘട്ടത്തിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യം എത്തിയത്. പിന്നെ ഒരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ VS അച്യുതാനന്ദന്റെ സമയത്ത് ചൈനയുടെ ഇൻകോർപ്പറേഷനോട് കൂടിയിട്ട് വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോഴേ കേന്ദ്ര ഗവൺമെന്റ് അതിനെ എതിർത്തു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ചൈന തുറമുഖങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയെ ഒരു വലയം ചെയ്യുന്ന പരിപാടി സ്ട്രാറ്റജിക്കലി നടന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കൂടി ചൈനയ്ക്ക് ഇവിടെ ഒരു പോർട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു വളരെ വലിയ അടിയായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ആ ഒരു മൂവിന് തുടക്കം കുറിച്ചത്, തടയിട്ടത്. പിന്നെ 2015 എത്തുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇതുമായിട്ട് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇതിനകത്ത് ഇറങ്ങി ചെയ്യുന്നത്. പിന്നെ അദാനിയുമായിട്ട് 2015 കോൺട്രാക്ട് സൈൻ ചെയ്തതോടുകൂടി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയി. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് ഭരണത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് ആയത്. അവർ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നാലും ഇത് ഓരോ സമരവും പ്രക്ഷോഭവും ഒക്കെ കൊണ്ടുവന്ന് ഇത് മുടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാണ്. ഇങ്ങനെ പലതവണയും ഈ വിഴിഞ്ഞം പദ്ധതി ഇത്രമാത്രം വൈകാനുള്ള കാരണവും ഈ ലെഫ്റ്റ് ഗ്രൂപ്പിന്റെ സമരം തന്നെയാണ്. ഇവരെപ്പോഴും ഒരു പൊതുമേഖലാ ഭ്രാന്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അപ്പം അത് മാറ്റിയിട്ട് ഈ പൊതുമേഖലയോടുള്ള അമിതമായിട്ടുള്ള ആസക്തി പറഞ്ഞ് ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം സൈൻ ചെയ്യപ്പെട്ടത്. പിന്നെ ഇതിന്റെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ അദാനി അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അദാനിയെ സമ്മതിക്കണം കേട്ടോ. കാരണം നമ്മളുടെ ഇവിടെ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെന്റ്, ഇപ്പം ഈ ഒരു ഗവൺമെന്റിന്റെ പോളിസിക്ക് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത വരുന്ന LDF ഗവൺമെന്റ്, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും UDF ഗവൺമെന്റ്. ഇത്തരത്തിലുള്ള ടർബുലൻസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെങ്കിൽ അയാളുടെ ഒരു ഡെഡിക്കേഷൻ വളരെ വലുതാണ്. പിന്നീട് ഉള്ള CPM ഗവൺമെന്റ് ഇതിന്റെ പോസിബിലിറ്റീസ് തുടക്കത്തിൽ എതിർത്തിരുന്നു കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നത്, തുടക്കത്തിൽ എതിർത്തിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ അവര് ഇതിനോട് ചേർന്ന് നിന്ന് ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിനകത്ത് കൂടെ നിന്നിട്ടുണ്ട്. അപ്പം വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് അങ്ങനെ ആർക്കും സ്വന്തമായിട്ടെടുക്കാൻ പറ്റില്ല. ഇതിന്റെ സ്റ്റാർട്ടൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ CPയുടെ സമയം മുതൽ പോകേണ്ടി വരും. പിന്നെ ഞാൻ 2 ദിവസം കൊണ്ട് ടോപ്പിക്ക് വേറെ ലെവലിലോട്ടൊക്കെ പോയി. ഇനി തൊട്ട് നമ്മുടെ കമന്റിൽ പറയുന്ന സാധനങ്ങളെ കണ്ടന്റായിട്ട് ചെയ്യത്തുള്ളൂ. കുറേ ദിവസം കൊണ്ട് സുഗ്രീവന്റെ കണ്ടന്റ് ചെയ്യാൻ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം ബ്രോ. ഇന്ന് മുതൽ വീണ്ടും ആക്റ്റീവായിട്ട് നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് അതുപോലെ ചെയ്യാം.